സ്ട്രെസ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കടന്നു പോകുന്ന ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് ജോലി മേഖലകളിൽ. പക്ഷെ പലർക്കും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ വരികയും ജോലി തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണമാവുകയുമൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ജോലിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റ് പരിഹാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ സ്ട്രെസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുമോ? ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? എന്നൊക്കെ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ശാരീരികവും വൈകാരികവുമായി ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അമിതമായ ക്ഷീണം, ഭയം, ടെൻഷൻ, ഒന്നിലും പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക, കാര്യങ്ങൾ മറന്നുപോവുക, ഉറക്കമില്ലാതാവുക, അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാവും. തലവേദന, വയറുവേദന, അത് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ഇരിക്കുക, സോഷ്യൽ വിഡ്രോവൽ. ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ ട്രിഗർ ചെയ്യുന്നത് എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ സ്ട്രെസ്സിന് കാരണമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, അമിതമായ ജോലി, എന്നാൽ അത് ചെയ്തു തീർക്കാനുള്ള സമയത്തിൻ്റെ അഭാവം, ടൈം മാനേജ്മെന്റ്, ഡെഡ് ലൈൻ ടാസ്കിലെ വെല്ലുവിളി, കർശനമായ സമയപരിധി, വെല്ലുവിളി നിറഞ്ഞ ജോലികൾ, സഹപ്രവർത്തകരുമായോ അതോറിറ്റീസുമായുള്ള ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ. ഇതിൽ ഏതാണ് നമ്മളെ പ്രശ്നത്തിലാക്കുന്നതെന്ന് തിരിച്ചറിയുക. ഇവിടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. നമ്മളെ തന്നെ കെയർ ചെയ്യുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കായിട്ട് ഒരു സെൽഫ് കെയർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുക. അതിൽ കൃത്യമായൊരു എക്സസൈസ് ഉണ്ടാവുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടുക എന്നുള്ളതാണ്. സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. ജോലി മേഖലയും വ്യക്തിപരമായ ജീവിതവുമായി കൃത്യമായൊരു പരിധി നിലനിർത്തുക. ജോലി സമയത്തിന് ശേഷം ഇമെയിലിനോടും ഫോൺ കോൾസിനോടുമൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതിന് കൃത്യമായൊരു സമയം നിശ്ചയിക്കുക. എപ്പോഴും കണക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ഫാമിലി ടൈമിൻ്റെയും ജോലിയുടെയും ഒക്കെ ക്വാളിറ്റിയെ ബാധിക്കും. അത് മാത്രമല്ല, ഇത് ആവശ്യമില്ലാതെ ഒരു സ്ട്രെസ്സിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. മാനേജിങ് ഡ്യൂട്ടീസ്. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ്. നമ്മുടെ ഒരു ദിവസം നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി എഴുതി വയ്ക്കുക. വലിയ ഒരു ടാസ്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, പലരിലും ഉള്ളൊരു കാര്യമാണ് പെർഫെക്ഷനിസ്റ്റ്. പലതും നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കും. അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ഗോൾ എന്താണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. ചിലരിലെങ്കിലും കാണുന്നൊരു കാര്യമാണ് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. ഇത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ക്വാളിറ്റിയെ ബാധിക്കുകയും ഒരു കാര്യവും സമയത്ത് തീർക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ഇത് നമ്മളെ ആവശ്യമില്ലാത്ത ഒരു സ്ട്രെസ്സിലേക്കും മാനസികമായ പല കാര്യങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഉറക്കമില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്കുമൊക്കെ ഇത് നയിക്കും. ഇതിനെ നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായത്തോടെ ഇതിനെ ഒരു പരിഹാരം കണ്ടെത്തുക.